ഇത് വലിയ റാങ്കിലുള്ള ആളായ ഒരു എക്സ്പീരിയൻസ് അല്ല, ഒരു സാധാരണ വീട്ടമ്മയുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മള് നന്ന ചെറുപ്പത്തിൽ തന്നെ എന്റെ ഉപ്പ മരിച്ചു. അത് മരിച്ചത് പ്രമേഹം വന്നിട്ടാണ്, ഡയബറ്റിക് പ്രോബ്ലം ആണ്. ഡയാലിസിസ് ചെയ്യുന്നതിനിടെ ബ്ലീഡിങ് വന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. അത് പറയുമ്പോൾ എന്റെ മനസ്സിപ്പോഴും ചങ്കിടറും. കാരണം എന്റെ കൂടെ ഏറ്റവും സപ്പോർട്ടായിട്ട് നിന്നത് എന്റെ ഉപ്പ തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും, പഠനത്തിലാണെങ്കിലും മറ്റുള്ള എല്ലാ, നമ്മൾ ആർട്ടാണെങ്കിലും വേറെയുള്ള എല്ലാ മേഖലയിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്റെ ഉപ്പയായിരുന്നു. നന്ന ചെറുപ്പത്തിൽ തന്നെ എന്റെ ഉപ്പന്റെ കൂടെ ഞാൻ കൂടുതൽ ചെലവഴിക്കാൻ സമയം കിട്ടില്ല, കാരണം ഒരു പ്രവാസി കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹം പ്രവാസ ജീവിതത്തിൽ ഒരുപാട് സ്വത്തും മുതലും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹം ഹെൽത്ത് കളഞ്ഞിട്ട് നമുക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്വത്തും മുതലും നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ ചെലവഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ആരോഗ്യവുമാണ് നഷ്ടപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രവാസികളുടെ അനുഭവം. നമുക്ക് അവരെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ചായയോ അല്ലെങ്കിൽ ഒരു പരിപ്പോടെ കഴിക്കുകയാണെങ്കിലും അവനവന്റെ ഭാര്യയും കുട്ടികളും ഒത്ത് നിൽക്കുമ്പോൾ അവർക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നും, അല്ലെ? പക്ഷെ നമുക്ക് വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, അതൊരു വല്ലാത്ത വേദന തന്നെയാണ്. അങ്ങനെ എന്റെ ഉപ്പ അവിടെ പ്രവാസ ജീവിതം 10-26 വർഷം അവിടെ നിന്ന് നാട്ടിലെത്തിയ സമയത്ത് രോഗം കൊണ്ടാണ് വന്നത്. ആ രോഗിയായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പാനെ മാക്സിമം നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഉപ്പാനെ കിട്ടിയില്ല. അതിന്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ ഒരു മൈലേജ് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആശിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന, നമുക്ക് സ്വത്ത് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതേപോലെ തന്നെ ആ ഒരു ആരോഗ്യ പ്രശ്നം എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. നന്ന ചെറുപ്പത്തിൽ, അതായത് ഒരു 16-17 വയസ്സായപ്പോഴാണ് ഉപ്പ മരിച്ചത്. അപ്പൊ അന്നത്തെ കല്യാണം, അതേപോലെ തന്നെ സ്ത്രീധനം, ഇതൊക്കെ നമ്മളൊരു ട്രഡീഷണൽ ഒരു ആയിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യം. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനും അതേപോലെ തന്നെ വിവാഹം നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഭയങ്കര ഡിമാൻഡായി നമ്മുടെ സ്ത്രീകൾക്ക്. അന്ന് നമ്മൾ ഗോൾഡ് അങ്ങോട്ട് കൊടുത്ത്, നമ്മൾ സ്ത്രീധനം കൊടുത്ത് നമ്മൾ കല്യാണം കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അനിയത്തിമാരും, 2 അനിയത്തിമാരും അതേമാതിരി ഒരു അനിയനും, അവരൊക്കെ 40-50 പവനും ഗോൾഡൊക്കെ കൊടുത്ത് നമ്മളെ വിവാഹം കഴിപ്പിക്കുന്ന ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നമ്മുടെ തലയിലുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ വീട്, ഉമ്മ ഒരു പാവായിരുന്നു, വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ആളായിരുന്നു. അപ്പൊ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ താങ്ങാൻ ആരുമില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് തളർച്ചയില്ല എന്നാണല്ലോ. അപ്പൊ നമുക്ക് ഈ അസുഖവും അതോടൊപ്പം തന്നെ വന്നു. സാർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ആ ഹെൽത്ത് ഇഷ്യൂസിനെ മറികടന്ന് എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എനിക്ക് നല്ല ഭർത്താവുണ്ട്, 4 മക്കളുണ്ട്. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. അൽഹംദുലില്ലാ, അവരൊക്കെ നല്ല കുട്ടികളാണ്, നല്ല ആരോഗ്യവതികളാണ്, നല്ല സൗന്ദര്യം ഒക്കെ അള്ളാഹു അറിഞ്ഞു തന്നെ തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സ് എവിടേക്കോ വിങ്ങും, നമ്മൾ ഡൗൺ ആവും, നമുക്ക് ടെൻഷൻ ആവും. അപ്പൊ ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. ഞാൻ ഇന്നലെ ഫീൽഡിൽ പോയപ്പോൾ, ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ ലേഡീസും ഫീൽഡിൽ പോയപ്പോൾ ഒരമ്മ, അവര് മകൾക്ക് എന്തോ ഒരു ഓട്ടിസം ബാധിച്ച പോലെ ഒരു മകളാണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ, നമ്മുടെ മക്കൾ എത്രയോ ആരോഗ്യവതികളാണ്, എത്രയോ സൗന്ദര്യവതികളാണ്. അപ്പോഴാണ് നമ്മൾ അൽഹംദുലില്ലാ എന്നുള്ളതിന്റെ പവർ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന സമയത്ത് ആ അമ്മന്റെ ദുഃഖം, അവരുടെ ഭർത്താവ് മരിച്ചു, അവരുടെ മകൾ മരിച്ചു, പിന്നെ ആകെ കൂടിയുള്ളത് ഈ മകൾ മാത്രമാണ്. അതാണെങ്കിലോ അവർക്ക് അസുഖവും. അപ്പൊ ഇനി എന്ത് എന്നുള്ള ഒരു മുന്നോട്ടൊരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല. നമുക്കൊക്കെ എല്ലാം ഉണ്ടായിട്ടും നമുക്ക് അഹങ്കാരമാണ്. നമുക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ നമുക്ക് കിട്ടുന്ന അസുഖങ്ങളും നമുക്ക് കിട്ടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതൊക്കെ നല്ലൊരു നായികക്കല്ലായിട്ട് ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകാന്നാണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ എല്ലാരേക്കാളും നമുക്ക് സന്തോഷമാണല്ലോ തോന്നുമ്പോൾ, അല്ലെങ്കിൽ താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് പിന്നെ അവരെ അവരെ എന്താണ്, എങ്ങനെയാണ് അവർ കഴിയുന്നത്, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ വന്നേക്കാം. പക്ഷെ താഴേക്കടയിൽ നോക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് തോന്നും. അപ്പൊ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക. ഏതായാലും ഈ ഒരു ബിസിനസ്സിലോട്ട് കടന്നു വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ തന്നെ വളരെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ, അസുഖങ്ങൾ പറയുന്നത് ഒരു പോസിറ്റീവ് അല്ല, പക്ഷെ നമ്മൾ ഈ ഒരു മേഖലയിൽ നമ്മളത് റിവീൽ ആക്കുകയാണ്. നമുക്കൊരു റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആമവാദം എന്നുള്ളൊരു അസുഖമുണ്ട്. അപ്പൊ ആ അസുഖം വന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് ആരോഗ്യം, അതേപോലെ തന്നെ ഡോക്ടേഴ്സ് നമ്മളെ കാണുമ്പോൾ നമുക്ക് മരുന്ന് കുറിച്ച് തരുന്നുണ്ട്. അത് നമ്മൾ 100% വിശ്വസിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റുകളും ഉണ്ട്. പക്ഷെ നമ്മൾ മരുന്നിനെയോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയോ അല്ലെങ്കിൽ ഇതിന്റെ ഡോക്ടേഴ്സിനെയോ കുറ്റപ്പെടുത്തുകയല്ല. ഈ കാലഘട്ടം, പണ്ട് ഒരു അസുഖം കണ്ടെത്തി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മരുന്ന് തരിക എന്നായിരുന്നു പഴയ കാലത്തെ ഉദ്ദേശം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളെ അസുഖം എത്രത്തോളം ഇരട്ടിപ്പിക്കാം, അല്ലെങ്കിൽ ആ ഒരു മരുന്നിലൂടെ മറ്റു മരുന്ന് കമ്പനികൾക്ക് കൂടി ലാഭം ഉണ്ടാക്കാം എന്ന് ഡോക്ടേഴ്സ് വരെ ഒരു ടൈപ്പ് ആയിക്കൊണ്ടാണ് നമുക്ക് മരുന്ന്. ഇപ്പൊ ഒരാഴ്ച മുമ്പ് നമ്മളെല്ലാവരും പത്രത്തിൽ കണ്ടതാണ്, കോടിക്കണക്കിന് രൂപയുടെ, അതായത് മരുന്നിൽ ഏറ്റവും കൂടുതൽ മായം കലർത്തി, മരുന്നോ സൈഡ് എഫക്റ്റ് ആണ്, അതിൽ മായം കലർത്തിയതും അതേപോലെ തന്നെ വിസർജ്യ പോലുമുള്ള അത്രയും മോശമായ മലിനമായിക്കൊണ്ടാണ് ഈ ടാബ്ലറ്റുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി ഈ പഠനം. എന്നിട്ട് നമുക്ക് ആരോട് നമ്മൾ പരാതി പറയും? നമ്മൾ ആർക്കെതിരെ കേസ് കൊടുക്കും?
നമുക്ക് ഒരു ഐഡിയ ഇല്ല. അതിന്റെ ഒക്കെ ഒരു ഇരകളാണ് നമ്മളൊക്കെ, എന്റെ ഉമ്മ, ഞാൻ, എന്റെ അനിയത്തി. കാരണം നമ്മളൊക്കെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്, അതിന്റെ ഫലങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെ? പക്ഷെ നമ്മൾ ഡോക്ടറെ കാണിക്കണം, നമ്മൾ രോഗം കണ്ടെത്തി അതിന് ചികിത്സിക്കുമ്പോൾ നമുക്ക് ഇതാണ്. കാരണം ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് സപ്ലിമെന്റ്സ് ആണ്, അതൊരിക്കലും മെഡിസിൻസ് അല്ല. നമ്മൾ ഒരാൾക്ക് മെഡിസിൻസ് കൊടുക്കുന്ന പോലെ ഒരു ഡോക്ടറെ നമുക്കൊരു അവകാശവും ഇല്ല. പക്ഷെ നമ്മുടെ ഔഷധം, ആരോഗ്യം, ഭക്ഷണം, മനസ്സമാധാനം, ഇതൊക്കെ റിലേറ്റഡ് ആണ്. സോ നമുക്കിത് കൊടുക്കാൻ പറ്റും എങ്ങനെ? നമുക്ക് അവരെ മനസ്സിലാക്കണം. ആദ്യം തന്നെ നമ്മൾ ഒരാളെ കാണുമ്പോൾ, ഹലോ, ഞാനൊരു മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് കമ്പനിയിലാണ്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ എന്റെ അടുത്ത് കുറെ മരുന്നുകളുണ്ട്, നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറും, അങ്ങനത്തെ കള്ളപ്രചരണങ്ങളൊന്നും പറയാതിരിക്കുക. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ, നമുക്ക് ഈ ഒരു ബിസിനസ് മേഖലയിൽ, ഞാനിപ്പോ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്, ഇനി നമുക്ക് ഒരു ബിസിനസ്സിലോട്ട് എങ്ങനെ കടന്നു വരാം എന്നും കൂടി പറയാം. കാരണം എനിക്ക് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വീൽ ചെയറിൽ വരെ നടന്നിട്ടുണ്ടായി. കാരണം എന്തായാലും അത്രയും ബുദ്ധിമുട്ട്. കാരണം നല്ല ആക്റ്റീവായിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട് നടന്ന് നമ്മള് അള്ളാഹു പരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, അവിടെ എനിക്ക് സങ്കടമോ പരിഭവമോ പരാതിയോ ഉണ്ടായിരുന്നില്ല. ഇതന്നെ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് നല്ലതാണ്. അതുകൊണ്ടായിരിക്കാം ഇവര് എന്നെ സമീപിച്ചപ്പോൾ, എന്റെ ലീഡർ ആയിട്ടുള്ള അശ്വതി മാഡം ആൻഡ് വിജയകുമാർ സാർ ആൻഡ് നിയാസ് സാർ, STC റാങ്കിലുള്ള നിയാസ് സാർ ആൻഡ് RTC ലീഡർ ആയിട്ടുള്ള സുബ്രഹ്മണ്യ സാർ, അവരുടെ കീഴിലാണ്. അപ്പൊ ഇവര് എന്നെ വന്ന് കണ്ടപ്പോൾ അവരോട് ഞാൻ തർക്കിച്ചിരുന്നു, നല്ലവണ്ണം തർക്കിച്ചിരുന്നു. കാരണം ഇതുകൊണ്ടൊക്കെ നമ്മുടെ അസുഖം മാറുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള അധികാരം, അവകാശം ഉണ്ടോ? ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു തോട്ടാണ്, ഇതൊക്കെ ഉള്ളിലേക്ക് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കും, ഇതെന്താ ഉള്ളിലേക്ക് കഴിച്ചാൽ വല്ലതും പറ്റുമോ? നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇതിന് വരാൻ എന്നാണ് നമുക്ക് എല്ലാവർക്കും ഒരു ആലോചന വരിക. പക്ഷെ അവരതിനെ തിരുത്തി തന്നു. ഇത് നല്ല ഡോക്ടേഴ്സിന്റെ, ഒരുപാട് വർഷത്തെ ആയുർവേദിക്കിന്റെ സമ്പന്നപൂർണമായിട്ടുള്ള പരിചയ സമ്പത്തുള്ള ആൾക്കാരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ ഞാൻ MBA, അതേപോലെ തന്നെ B.Ed കേറ്റഡ് ഹോൾഡർ ആണ്. അപ്പൊ ഞാൻ എന്റെ ഫാമിലി, എനിക്ക് 4 മക്കളുണ്ട്, ഇപ്പൊ 37 വയസ്സാണ്. അപ്പൊ അത് കൊണ്ടുപോകുന്നതോടൊപ്പം റെഗുലർ സ്റ്റഡി അല്ലെങ്കിലും ഞാൻ അതൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ എംബ്ലം, അതേപോലെ തന്നെ MBA ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കേഷൻ, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മേഖലയുള്ളവരും, അതുപോലെ തന്നെ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ സമീപിക്കുമായിരുന്നു, ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരു മണി ചെയിൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമീപിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. ഭാഗ്യവശാൽ ഞാൻ വേറെ എല്ലാം പോയിട്ടില്ല. നമുക്ക് ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ കമ്പനി തന്നെയാണ് ഞാൻ വന്നത്. മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരോടുള്ള സ്നേഹവും സഹതാപവും വിചാരിച്ച് നമ്മൾ വാങ്ങും. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. അങ്ങനെ ഈ ഒരു എന്നെ സമീപിച്ച നിയാസ് സാറോടും അതേപോലെ തന്നെ വിജയകുമാർ സാറോടും ഞാൻ ചോദിച്ചു, ഇത് പിന്നെ ചെറിയ ആയുർവേദിക്, നമ്മളെ തുളസി, അതേപോലെ തന്നെ ആര്യവേപ്പിന്റെ ഇല, അതേപോലെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ സംഭവങ്ങൾക്ക് ഇത്രയധികം വില കൊടുത്ത് വാങ്ങണം? ചിലപ്പോൾ നമുക്ക് തുളസിയിലൊക്കെ നമ്മുടെ മുറ്റത്ത് പോലും ഉണ്ടാകും, അല്ലെ? ഉലുവ, ഇപ്പൊ നമുക്ക് ഉപയോഗിച്ച ഒരു ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് വെൽഹാർട്ട് എന്നത്. ആ വെൽഹാർട്ട് എന്ന പ്രൊഡക്റ്റ് എന്റെ ഹാർട്ടിനെ തന്നെ കീഴടക്കി എന്ന് വേണം പറയാൻ. അവരത്രയും സംസാരിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത്രയും ആയുർവേദിക് കണ്ടന്റ് ആയിട്ടുള്ള ഇതിന് ഇത്രയും കൂടുതൽ വിലയോ? എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്, അല്ലെ? ഇതിന് വില കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് ദൂരമുള്ളവരാണെങ്കിൽ അവർക്ക് വണ്ടിക്കൂലി, അല്ലെങ്കിൽ ഓട്ടോ ചാർജ്, അല്ലെങ്കിൽ എണ്ണ ചാർജ്, അത് വരും. പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മളവിടെ എത്ര ക്ഷമയോടുകൂടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഡോക്ടർക്ക് ഇപ്പൊ പണ്ടൊക്കെ 40 50 രൂപയുള്ള സ്ഥാനത്ത് ഇപ്പൊ 250 300 രൂപ വരെ നല്ല ഡോക്ടേഴ്സിന് നമുക്ക് കൊടുക്കണം ഫീ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ നമ്മുടെ രോഗം മുഴുവൻ കേൾക്കാനോ, ശരിക്കും ഒരു ഡോക്ടേഴ്സിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് അവർ എങ്കിലും അവരെ നല്ലോണം നോക്കിയിട്ട് വേണം മെഡിസിൻ നമുക്ക് എഴുതി കൊടുക്കാൻ എന്നാണ്. പക്ഷെ ഇപ്പോ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ കയ്യിലുള്ള, അവരുടെ മാർക്കറ്റിങ്ങിന് കൊടുത്ത ടാബ്ലറ്റ് ആണ് നമുക്ക് എഴുതി തരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പിന്നെ ആ ടാബ്ലറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ അവർ ചോദിക്കും, ഇതിന്റെ കണ്ടന്റ് തന്നെയാണ് മാഡം, വേറെ കമ്പനിയാണ്, ഒരിക്കലും അത് വാങ്ങരുത്. ചില ഡോക്ടേഴ്സ് സത്യസന്ധമായിട്ടുള്ള കമ്പനി ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക, എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയല്ല. പക്ഷെ ആ ഒരു കമ്പനി അവർക്ക് ലാഭം ഉണ്ടാവില്ല, അതിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ ക്വാളിറ്റി ഇല്ലാത്ത ഇതേ കണ്ടന്റുകൾ, അതായത് ഇപ്പൊ നമുക്കൊരു മെഗ്നീഷ്യം, അതേപോലെ തന്നെ ഈ omega-3 ഫാറ്റ് എന്നൊക്കെ അടങ്ങിയ ഒരു സംഭവമായിരിക്കാം. പക്ഷെ അത് വൃത്തിഹീനമായിട്ടുള്ള, മലിനമായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാക്കുമ്പോൾ അവർക്ക് എക്സ്പെൻസ് കുറഞ്ഞ് അവരിൽ നിന്ന് ലാഭം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പ് വേറെ കമ്പനിയാണ്, കണ്ടന്റ് ആണെന്ന് പറയും. ഒരിക്കലും അത് വാങ്ങരുത്, അത് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ടാക്കും. അതേപോലെ തന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഈ മെഡിസിൻ വാങ്ങുമ്പോൾ ഒരു 1 വീക്ക് ആയിരിക്കും അവർ നമുക്ക് തരാം, അതൊരു 1000 രൂപയെങ്കിലും ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ വെൽഹാർട്ട് ആണെങ്കിലും നമ്മുടെ ഈ മൈ ലൈഫ് സ്റ്റൈലിലെ പ്രോഡക്റ്റുകൾ 2 മാസത്തിനും 60 ക്യാപ്സൂളുകൾ വരെയുണ്ട്. അതിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കേവലം ചിലപ്പോൾ 10 20 30 രൂപയെ നമുക്കൊരു ഡെയിലി വരുമോ? മാത്രമല്ല അതിന് സൈഡ് എഫക്റ്റുകളും ഇല്ല. സൈഡ് എഫക്റ്റുകൾ ഇല്ല എന്ന് പറയാൻ കാരണം, നമ്മൾ മറ്റുള്ളവരെ കണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മൾ സംസാരിക്കണം. അതിനേക്കാൾ ഉപരി നമ്മൾ അവരെ ആദ്യമായി കാണുന്നവരെ നമ്മൾ ഒന്ന് പരിചയപ്പെടാം.
മെന്റൽ റിലേഷൻഷിപ്പിലൂടെയാണ് നമുക്ക് ഒരാളെയും കീഴടക്കാൻ പറ്റുള്ളൂ. ഒരാൾ എത്രത്തോളം നെഗറ്റീവ് പറയണമെന്ന് ആഗ്രഹിച്ചു വന്നവര് നമ്മൾ എത്ര നല്ലത് കൊടുത്തിട്ടും കാര്യമില്ല. ഒരു സ്വർണത്തിന്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ ആ സ്വർണത്തിന്റെ വില അറിയുന്ന വ്യക്തിക്ക് ആ സ്വർണത്തിന്റെ ക്വാളിറ്റി അറിയണം. ഇതെന്താ പോലെ കേവലം ഒരു ലോഹമാണെന്ന് അറിയുന്നവർക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. ഏവർക്കും അതേപോലെ തന്നെ നമ്മൾ ആദ്യം അവരെ മനസ്സിലാക്കുക. അവർ ഈഗോ ഉള്ളവരാണോ, അല്ലെങ്കിൽ അഹങ്കാരമുള്ളവരാണോ, അതോ അറിവില്ലായ്മ ഉള്ള ആളാണോ? അവരാദ്യം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ ലീഡേഴ്സിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയാൻ, ഇതിന് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത് അല്ലെ? ഇതിന് എന്ത് ക്വാളിറ്റിയാണ്? നമ്മൾ നല്ല ആളുകളായി തീരുക എന്നാണ്. കാരണം നമ്മൾ അവരെ എന്ത് നെഗറ്റീവ് വന്നാലും ദേഷ്യം വരാതെ നിൽക്കുക, അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക. പിന്നെ നമ്മൾ മനസ്സ് തുറന്ന് അവരോട് ചിരിക്കാൻ പഠിക്കുക. നമ്മള് നമ്മുടെ ഇസ്ലാമിക നിയമപ്രകാരം അന്യപുരുഷന്മാരോട് നമുക്ക് സംസാരിക്കാനും ചിരിക്കാനും പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ബോൾഡായിട്ട്, അതിനും ഒരു റൂൾ ഉണ്ട്. അപ്പൊ നമ്മൾ നല്ല ബോൾഡായിട്ട് നല്ല രീതിയിൽ അവരെ നമ്മളെ എന്താ പറയാ മിസ്യൂസ് ചെയ്യാത്ത വിധം വേണം നമ്മളെ പെരുമാറി. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. കാരണം നമുക്ക് ഏത് അടുക്കളയുടെ വാതിലൂടെയും നമുക്ക് ഇത് കടന്നു ചെല്ലാം. നമുക്ക് നമ്മൾ ഉള്ളു തുറന്ന് നമുക്ക് അവരോട് സംസാരിക്കാം. അതേപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗങ്ങൾ, സ്വന്തം ഭർത്താവിനോടോ മക്കളോടോ പറയാൻ മടിക്കുന്ന പല രോഗങ്ങളും നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടായേക്കാം. മാത്രമല്ല നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് വർക്കുകളുണ്ട്. നമ്മളൊരു സെക്യൂരിറ്റിയാണ് അല്ലെ? നമ്മുടെ വീട് കാക്കുന്ന, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ കുട്ടികളെ കാക്കുന്ന നമ്മളൊരു സെക്യൂരിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മൾ പാത്രം കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പൈപ്പിന്റെ പ്രോബ്ലങ്ങൾ ഉണ്ടായാൽ നമ്മൾ അത് കുത്തി കഴിച്ച് നന്നാക്കും അല്ലെ? പിന്നെ അതേപോലെ തന്നെ ഒരു ബൾബ് അല്ലെങ്കിൽ പോയാൽ നമുക്ക് വയറിങ്ങിന്റെ പ്രശ്നം അറിയുന്നവർ അതൊക്കെ ചെയ്യും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരൊരു ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അതേപോലെ തന്നെ സെക്യൂരിറ്റി, അതേപോലെ തന്നെ ഡോക്ടറാണ്. പണ്ടൊക്കെ നമുക്കൊക്കെ അസുഖം വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക? സ്പീഡ് കൂടുന്നുണ്ടോ? ഹലോ ഹലോ, ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ട്? അല്ലെങ്കിൽ നിനക്ക് എന്ത് പണിയാണ്? ഏത് പ്രവാസികളാവട്ടെ അവരും കഷ്ടപ്പെടാണ്. അവർ ഭാര്യയും മക്കളെയും എല്ലാവരെയും വിട്ടുനിന്ന് അവിടെ ജോലി ചെയ്യുന്നവരാണ്. അവർ ജോലി ചെയ്ത് നമുക്ക് പൈസയും നമുക്ക് വേണ്ട വസ്ത്രം, ഭക്ഷണം ഒക്കെ തരുമെങ്കിലും നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നുന്നതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നമുക്കൊരു കുടിയിരിക്കലിന് പോകണം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ചിലപ്പോൾ എല്ലാ ഭർത്താക്കന്മാർക്കും അതൊന്നും വാങ്ങാനുള്ള കഴിവുണ്ടായിരിക്കണമെന്നില്ല. ചില ഭാര്യമാർ അത് കണ്ടറിഞ്ഞ് ചെയ്യും. പക്ഷെ ചില ഭാര്യമാർക്ക് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ, മറ്റുള്ളവർ അതാ ചെയ്യുന്നുണ്ടല്ലോ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കുറ്റപ്പെടുത്തൽ ചെയ്യും. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമാണ്, പക്ഷെ നമ്മുടെ കടമയാണ്. അതേപോലെ തന്നെ ആണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് ഭാര്യമാര് ചെയ്തു തരുന്നത് അത് അവര് ഒരു ഔദാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ പരസ്പരം മനസ്സിലാക്കിയ ഒരു മ്യൂച്വൽ രീതിയിൽ പോകുന്ന ഫാമിലി നല്ല രീതിയിൽ തന്നെ വിജയിക്കും. അതേപോലെ തന്നെ മ്യൂച്വൽ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് നമുക്ക്, അതായത് ഭാര്യയും ഭർത്താവിനെയും കുട്ടികളെയും കണ്ടുകൊണ്ട് നമ്മുടെ ഫാമിലിയെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ്സാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഡിഗ്രി എടുത്തു, അതേപോലെ തന്നെ BEd എടുത്തു, PG എടുത്തു. ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒരു ബോസ് ഉണ്ട്, നമ്മൾ അവരെ ഒരു അടിമയെ പോലെ നിൽക്കണം. അതേപോലെ നമുക്ക് സമയത്തിന് നമുക്ക് ലീവ് ആക്കാനോ അല്ലെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ അവിടെ എത്തണം. ഇവിടെ നമ്മുടെ അതൊന്നുമില്ല. മാത്രമല്ല നമുക്ക് അവിടെ നമ്മുടെ മുകളിൽ ഒരു ബോസ് ഇല്ല. നമുക്ക് കല്യാണത്തിന് പോവാം, കുടിയിരിക്കലിന് പോവാം, മുടിയളച്ചിലിന് പോകാം. അവിടെ കാണുന്ന പരിചയം, റിലേഷൻഷിപ്പാണ് നമ്മുടെ മാർക്കറ്റിംഗ്. നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് ഇതിലൂടെ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു ബിസിനസ്സിലൂടെ കടന്നു വന്നതിന്റെ ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ ആരൊക്കെ വില തന്നിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആർക്കൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു, നമ്മൾ ആർക്കൊക്കെ വേണ്ടി സമയം പാഴാക്കി എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ ബിസിനസ്സിലൂടെ. എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ, നീ ഇതിൽ പെട്ടോ, ആദ്യം തന്നെ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓ നീയും കുടുങ്ങിയോ, അല്ലെങ്കിൽ നീ മണി ചെയിൻ ആണോ, നീ വേഷം ഇട്ടാണ്ട് ഈ തെറ്റൊക്കെ ചെയ്യണോ? ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ നെഗറ്റീവ്സ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നമ്മളൊരു ഷോപ്പ് നമ്മൾ ടൗണിൽ തുടങ്ങുകയാണ്. ആ ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം നമുക്ക് റൂം വേണം അല്ലെ? അതിന് വേണ്ട കാര്യങ്ങൾ, ടാക്സ്, അതേപോലെ തന്നെ കറണ്ട് ബില്ല്, അതിന്റെ പെർമിഷൻ, അതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അതിന് ലാൻഡ് വേണം, ക്യാപിറ്റൽ വേണം, നമുക്ക് അതിന് പൈസ ഇറക്കണം, അതേപോലെ ബ്രെഡിങ് വേണം, മെഷീനറി വേണം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വന്ന് ഒരു മിനിമം ഒരു മാക്സിയോ അല്ലെങ്കിൽ ചെറിയൊരു ടെക്സ്റ്റൈൽസ് നമുക്ക് തുടങ്ങാം. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ മിനിമം ഒരു 10 ലക്ഷം രൂപയെങ്കിലും നമുക്ക് വേണ്ടി വരും. മാത്രമല്ല നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിന്റെ കറണ്ട്, ലേബർ ചാർജ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. രാവിലെ എന്നിട്ട് നമ്മൾ കൊള്ള ലാഭത്തിന് വിൽക്കേണ്ടി വരികയാണ്, കാരണം അത് മുതലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് ലാൻഡ്, ക്യാപിറ്റൽ, മെഷീനറി, ബ്രിഡിങ്, അതേപോലെ തന്നെ കറണ്ട് ചാർജ്, ടാക്സ്, അങ്ങനെ ഒരു കാര്യങ്ങളില്ല. നമുക്ക് എവിടെയും എപ്പോഴും ഏത് പ്രായക്കാർക്കും, അതേപോലെ കളറോ എഡ്യൂക്കേഷനോ വലിയ കഴിവുള്ളവരോ പാവങ്ങളോ ഒന്നുമില്ലാതെ, എന്താ പറയാ, ഒരു നിറഭേദമില്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ പോലെ ഒന്നും ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ഇതൊരു നെറ്റ്വർക്കിംഗ് മോഡലാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 അക്ക നമ്പർ നമുക്ക് ഇതിൽ കിട്ടും. അത് ഈ ഒരു ID, നമുക്കൊരു ഫോൺ നമ്പർ കിട്ടുന്ന പോലെ തന്നെ നമ്മളൊരു ID, നമ്മൾ ബഡ്ജറ്റ് ആണെങ്കിലും സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും നമ്മൾ അവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നമുക്കൊരു ID കിട്ടുന്നതാണ്.
അപ്പൊ ആ ID കൂടെ അവർ ഡിസ്കൗണ്ട് തരുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ID ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും ആധാർ ഉണ്ടോ, പാൻ കാർഡ് ഉണ്ടോ, അക്കൗണ്ട് ബുക്ക് ഉണ്ടോ. ഇത് ആദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഏതൊരു ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ ആധാർ കൊടുക്കരുത്, OTP നിങ്ങൾ പാസ് ചെയ്ത്, ഇത് കേട്ട നമുക്ക് ഇത് കൊടുക്കാൻ ഒരു ഭയമുണ്ട് അല്ലെ. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ ആധാറോടോ ഇത് ഫ്രോഡ് കളിക്കാൻ വിചാരിക്കുന്നവർക്ക് എന്ത് കിട്ടിയാലും എങ്ങനെയെങ്കിലും അതത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് നമ്മളിൽ ഫ്രോഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ആധാർ ചോദിക്കുന്നത്, നമ്മുടെ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നത്. മാത്രമല്ല നമുക്ക് കമ്പനി ക്യാഷ് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അക്കൗണ്ട് ബുക്ക് ചോദിക്കുന്നത്. നമുക്ക് ഒരുപാട് ക്യാഷ് ഇതിലൂടെ കിട്ടുമ്പോൾ നമുക്ക് ടാക്സ് അടയ്ക്കാനും അതിന്റെ ലൈസൻസിന് വേണ്ടിയിട്ടാണ് നമ്മളോട് പാൻ കാർഡ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വെറും ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് വളരെ ഡിസ്കൗണ്ടോട് കൂടി, അതും ലൈഫ് ലോങ് നമുക്ക് ഡിസ്കൗണ്ടോട് കൂടി പ്രോഡക്റ്റുകൾ വാങ്ങാം. അപ്പോൾ വീണ്ടും സംശയം വന്നേക്കാം, ഇത് എങ്ങനെ വാങ്ങും, എവിടെ നിന്ന് വാങ്ങും, അതേപോലെ ഇത് വാങ്ങിയാൽ എന്താ അവിടെ കെട്ടിക്കിടക്കുമോ, സാധനങ്ങൾ അവിടെ നമുക്ക് പോവില്ലെന്ന്. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ, മോർണിംഗ് മീറ്റ്, അതേപോലെ തന്നെ ലീഡേഴ്സ് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് നമുക്ക് ട്രെയിനിങ്ങുകൾ അതൊക്കെ ഫ്രീ ആയിട്ട് തരാം. ഒരു കോഴ്സ് പഠിക്കുമ്പോൾ 1000-2000 രൂപ കൊടുത്തിട്ടാണ് നമുക്ക് ഓരോ ട്രെയിനിങ് കിട്ടുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇവരുടെ പ്രോഗ്രാമുകൾ. എന്തിന് എന്റെ ഒരു ഫാമിലിയിലെ ഒരു മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അവർക്ക് 3000 രൂപ കാണിച്ചാൽ. ഇതിന് നമുക്ക് സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവരും നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ പറ്റിയ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. ആദ്യം നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടത് കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നാണ്. കോൺഫിഡൻസ് ഉണ്ടാണെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം. ഒരു സാധനത്തെ കുറിച്ച് അറിയാതെ നമ്മൾ ഒരിക്കലും മാർക്കറ്റിംഗ് ചെയ്യാൻ പോയത്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷാള് ക്വാളിറ്റി ഉണ്ട്, ഞാൻ ഒരുപാട് വർഷം ഇത് കഴുകി അലക്കിയിട്ടും ഇത് കളർ പോയിട്ടില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും ആ കസവ് കേന്ദ്രയിൽ നിന്ന് വാങ്ങിയ ഈ ഷാൾ ഉണ്ടല്ലോ അടിപൊളിയാട്ടോ. നമ്മൾ അയൽവാസികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതൊക്കെ സംസാരിക്കാൻ വയ്ക്കുമല്ലോ. അപ്പൊ അതങ്ങനെയാ നമ്മൾ പറയുമ്പോൾ അവര് തന്നെ അപ്പൊ നമുക്ക് ഈ കസവ് കേന്ദ്രക്കാര് നാദ്യ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് ആൾക്കാര് എന്റെ ടെക്സ്റ്റൈൽസ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും ക്യാഷ് തരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ വെറും റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ കമ്പനി നമുക്ക് ക്യാഷ് തരികയാണ്. അവരത് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഇതിന് കമ്പനി നമുക്ക് തരുന്നത്, നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു പേസ്റ്റ് എടുക്കാം, ആ പേസ്റ്റ് നമുക്ക് ഒരു വിലക്ക് നമുക്ക് ലഭിക്കുന്നു. അത് നമുക്കൊരു 50-40 പ്രോഫിറ്റോട് കൂടി നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അവർ പറയും ഇപ്പൊ ഒരുപാട് ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. ചില ആൾക്കാർ പറയും ഇത് ഞങ്ങൾക്ക് ഔട്ട്ലെറ്റിന് ഇത്ര വിലക്ക് കിട്ടുമല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രോഫിറ്റിന് വിൽക്കുന്നത് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും തന്നോളൂ, നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ടിൽ ലൈഫ് ലോങ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്യാം, എനിക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല നമുക്ക് തോന്നുന്നല്ലേ. അല്ല, ഇവര് നിത്യേന ഉപയോഗിക്കുമ്പോൾ, അതായത് ഒരു പേസ്റ്റ് ഉപയോഗിച്ച ഒരാൾ വീണ്ടും അത് ചോദിച്ച അനുഭവം എനിക്കുള്ളൂ. ഒരിക്കലും ആ ഒരു പേസ്റ്റ് മോശമാണെന്ന് പറഞ്ഞിട്ട് മറ്റു മോഡി കെയർ, അതേപോലെ തന്നെ കമ്പനിയുടെ പേര് തന്നെ ഞാൻ പറയാണ്, വെസ്റ്റേജ്, അതേപോലെ തന്നെ ഐ കോഫി, ഇതൊക്കെ നല്ല കമ്പനികൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും ബെറ്റർ, ഇപ്പൊ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങുകയാണെങ്കിലും ഒരു AC വാങ്ങുകയാണെങ്കിലും നമ്മൾ ഏറ്റവും നോക്കല് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സംഭവം തന്നെ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അപ്പൊ പറയും എല്ലാ കമ്പനിക്കാരും ഇങ്ങനെ തന്നെയാണ് പറയാറ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടാക്കാം. നമ്മൾ മറ്റൊരു പരസ്യം, ഇപ്പൊ നമ്മള് ഈ പല പരസ്യങ്ങളിലൂടെയാണല്ലോ, ഞാനൊക്കെ ആദ്യം പരസ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാറില്ല. കാരണം പരസ്യമുള്ളതാണ് ജെനുവിൻ ക്വാളിറ്റി എന്നാണ് ഞാനൊക്കെ ആദ്യം വിചാരിച്ചത്. പക്ഷെ പരസ്യം അവർ ക്യാഷ് കൊടുത്ത് ആളെ വെച്ചിട്ട് കള്ളപ്രചരണമാണ് നടത്തുന്നത്. പക്ഷെ നമ്മളത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ നമ്മൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം അല്ലെ. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം മറ്റൊരാളെ നമ്മൾ ഈ ഒരു ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരെ ഐഡിയ അടിച്ച് നമ്മുടെ ടീമിന്റെ ഭാഗമാക്കുമ്പോൾ നമുക്ക് ചെയ്യുന്നത് എന്താണ്, അവർക്ക് കൂടി വരുമാനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അത് നല്ലൊരു ഹലാലായ കാര്യം, നല്ല കൂലി കിട്ടുന്ന കാര്യം. നമ്മൾ എത്ര ഇബാദത്തെടുത്താലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വളരെ കൂലി നമുക്കുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. നമ്മളിലൂടെ നമ്മുടെ ഒരു പൈസ ചോരുന്നുണ്ടോ, നമ്മളൊരു സക്കാത്തോ സ്വതക്കോ കൊടുക്കുമ്പോൾ നമ്മൾ 100 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ 100 രൂപ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, പക്ഷെ അത് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ 100 രൂപ പോലും ചോരാതെ അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കൈയടിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്ന് നമ്മളെ ജോസഫ് എന്ന കുട്ടി പറഞ്ഞൊരു സാഹിത്യകാരനുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു പോയിന്റ്. ഇപ്പൊ നമുക്ക് ആരോടും സിമ്പതി തോന്നും, ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് അവരോട് സിമ്പതി തോന്നും. പക്ഷെ എമ്പതി, അതായത് അവരെ നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ ഒരു ആക്സിഡന്റ് സഹതാപത്തോടു കൂടി പാവലെ അല്ലെ അവർക്ക് അങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം മനുഷ്യരിലും ഉണ്ട്, ഇതില്ലാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷെ അത് അവരെടുത്ത് ആംബുലൻസിൽ കയറ്റി സ്വന്തം ഒന്നും നോക്കാതെ അല്ലെങ്കിൽ അതിന്റെ റൂൾസ് ഒന്നും നോക്കാതെ തന്നെ അവരവിടെ എടുത്തു കൊണ്ടുവന്നതാണ് എമ്പതി അല്ലെ.
അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ മറ്റൊരാൾക്ക് സന്തോഷം കിട്ടുമ്പോൾ നമ്മളെ ഹാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം. അതായത് അസൂയയില്ലാതെ നമുക്ക് കുശുമ്പില്ലാതെ അവരുടെ സന്തോഷത്തിൽ പങ്കാളിയായി നമുക്കും വരുമാനം കിട്ടുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബിസിനസ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് യൂസ് ചെയ്യുക, അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക, അതിനുശേഷം നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുന്നവരെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന GTS പ്രോഗ്രാമിലോട്ട് എത്തിക്കാനാണ്. ആ ഒരു പ്രോഗ്രാമിലോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കമ്പനി നമുക്കൊരു അവസരം തരുമ്പോൾ നമ്മളത് മുതലാക്കണം. നമ്മുടെ ഗസ്റ്റിനെ അങ്ങോട്ട് എത്തിക്കുമ്പോൾ അവർക്ക് എല്ലാം ഒന്നും മനസ്സിലായിക്കോണമെന്നില്ല. ആ GTS കണ്ട് ആ പ്രോഗ്രാം കണ്ട് മനസ്സിലാക്കി അവരോട് പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് ഫോളോ അപ്പ് ആണ്. നമ്മൾ ആ വ്യക്തിയെ പോയി ഫോളോ അപ്പ് ചെയ്യുക, അവരോട് എന്തൊക്കെ മനസ്സിലായി, അവർക്ക് എന്തൊക്കെയാ മനസ്സിലാകാത്തത്, അവരുടെ സംശയങ്ങൾ എന്തൊക്കെ, അത് നമ്മൾ ദൂരീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പ്രോഡക്റ്റ് വാങ്ങാം. അവർക്ക് അത് ഇൻട്രസ്റ്റ് വന്ന് അവർ പ്രോഡക്റ്റ് വാങ്ങി. ഇനി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണം, നമുക്ക് 10,000 50,000 രൂപക്ക് അവർ പ്രോഡക്റ്റ് വാങ്ങി, ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് നോക്കാം അല്ലെ? ആ ചിന്ത നമുക്ക് പാടില്ല. അവരെ നമ്മളെ കൂടെ പിടിച്ച് കയ്യോട് കൂടി പിടിച്ച് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം. അതാണ് ഒരു ലീഡേഴ്സിന്റെ ഒരു നേതാവിന്റെ ക്വാളിറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അവരുടെ സാധനങ്ങൾ വിറ്റ് കൊടുത്തോ അല്ലെ അവരെ പറ്റേ നശിപ്പിക്കരുത്. ഇപ്പൊ തുടക്കത്തിലൊക്കെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം ചെയ്യുന്ന ആകുമ്പോൾ അവരും കേടുവരും അല്ലെ? അപ്പൊ അവരെ ഇൻവോൾവ് ആക്കിക്കൊണ്ട് അവരെ പ്രോഡക്റ്റ് എടുക്കാനും അവർക്ക് ഇത് പഠിപ്പിക്കാനും ഒക്കെ ഇൻവോൾവ് ആക്കിക്കൊണ്ട് തന്നെ പ്രൊഡക്റ്റുകൾ എടുക്കുക. എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോം മീറ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഹോം മീറ്റ് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റുകൾ വീട്ടിൽ വെച്ച് അവിടെ അടുത്ത ഗസ്റ്റുകളൊക്കെ വിളിക്കുക. അതിന് വിളിക്കാനും കുറെ റൂൾസ് ഉണ്ട്. അവരോട് പറയാ ഇങ്ങനെ ഒരു വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പറയരുത്. ഫോൺ വിളിച്ചു പെട്ടെന്ന് ആൾക്കാരെ ക്ഷണിക്കുക, ഒന്ന് വേഗം വായോ, അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരൊക്കെ വിളിക്കുക. അവിടെ ആ സന്നിധിയിൽ എത്തിക്കാനുള്ള എല്ലാ ഐഡിയകളും അവർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അത് മറ്റുള്ളവർക്ക് ശ്രദ്ധ പോകാതിരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് റെഡിയാക്കുക. എന്നിട്ട് നമ്മുടെ ലീഡേഴ്സിനെയും കൂട്ടിയിട്ട് ഈ ഒരു ഹോം മീറ്റിലൂടെ പ്രൊഡക്റ്റിനെയും കമ്പനിയെയും പരിചയപ്പെടുത്തി അവരതിൽ എന്താ പറയാ ആകർഷിതരായി പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ അവർക്ക് സെയിൽസ് കൂടും. അതിലൂടെ നമുക്ക് ഒരാളെ കിട്ടും. ആ ആളെ GTSലേക്ക് ക്ഷണിക്കുക, ഫോളോ അപ്പ് ചെയ്യുക, പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക, ഹോം മീറ്റ് ചെയ്യുക, അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റിനും അവരെ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാതെ കമ്പനിയുടെ സിസ്റ്റം അനുസരിച്ച് അത് നല്ല വൃത്തിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് അച്ചീവ് ചെയ്യാം. പിന്നെ മാത്രമല്ല നമുക്ക് ഇതിൽ കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് സാലറി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കിട്ടുന്നത് ആഴ്ച 2,10,000 ആണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കളിയാക്കലൊക്കെ ഉണ്ടാവും. പിന്നെ 2,10 എന്നൊക്കെ 8,10 നടന്ന നിനക്ക് 2,10 കിട്ടുമോ എന്നൊക്കെ കളിയാക്കാറൊക്കെ ഉണ്ട്. ഇത് ബെല്ലി സാർ പോലും പറയുന്ന വാക്കുകളാണ്. പക്ഷെ അത് എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി റെക്കമെൻഡ് ചെയ്ത് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ 2,10,000 തരുള്ളൂ. നമ്മളെ വലിയ വലിയ ലീഡേഴ്സിനൊക്കെ 7 ലക്ഷം 8 ലക്ഷം ഒക്കെ കിട്ടുമ്പോൾ ആഴ്ചയിൽ അത് പോവാണ്. ആ പൈസ പോയല്ലോ എന്നുള്ള സങ്കടമാണ്. ഇപ്പൊ നമ്മളൊരു ജോലി, ഇപ്പൊ MBA ബേസ്ഡ് ആയിട്ടും ഞാനൊരു ടീച്ചർ കൂടിയാണ്, നമുക്ക് ആ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സാലറി ആവും. പക്ഷെ നമ്മൾ എല്ലാവർക്കും ഒരു കഴിവാണ്. കുറെ പഠിപ്പോ വിദ്യാഭ്യാസമോ ഗ്രാജുവേഷനോ ഒന്ന് നല്ല മനുഷ്യന്മാരാവുക, നല്ല ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കുക, സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും ഈ ഒരു ബിസിനസ്സിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം. നമ്മളൊരു ഫിക്സ് ടൈം ചെലവാക്കുന്ന ഒരു ജോലിക്ക് പോകുമ്പോൾ രാവിലെ പോകുന്നു എന്നാൽ പക്ഷെ നമ്മൾ ചില അസോസിയേറ്റ്സ് എന്നോട് പറയും, മാഡം ഈ ഇത് വിൽക്കുന്നില്ല, അയ്യോ ഞാൻ എന്ത് ചെയ്യും? അവർ വീട്ടിൽ പുറത്തിറങ്ങുന്നില്ല, അവർ ആരും കോൺടാക്ട് ചെയ്യുന്നില്ല. പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവച്ചാൽ മാത്രം ഇത് സെയിലാകും. നമ്മളും ശ്രമിക്കണം. സോ നമ്മൾ ശ്രമിച്ച് നമ്മളെല്ലാവരും നമുക്ക് അറിവില്ലാത്ത നമ്മളെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് വാങ്ങാം. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കലി പോയാൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മേഖലയാണ് മൈ ലൈഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള ഈ ഒരു ബിസിനസ്. ഇതിലൂടെ ഇപ്പൊ നമ്മുടെ ഉമർ ഉസ്താദ് അതേപോലെ ബാപ്പുത്തങ്ങൾ ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊണ്ടോട്ടി പ്രോഗ്രാമിന് നമ്മൾ വന്നപ്പോ ഈ ഉമർ ഉസ്താദിന്റെ ഒക്കെ ഒരു സ്പീച്ച് കേട്ടിട്ട് ഞാൻ എന്താ പറയാ കോരിത്തരിച്ചിട്ടുണ്ട്. കാരണം കേവലം ഒരു ഉസ്താദുമാരുടെ ഒക്കെ ഒരു ശമ്പളം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ആ ഒരു കൊറോണ സമയത്ത് പോലും എല്ലാവർക്കും നോ പറയുന്ന സമയത്ത് ഇവർക്ക് സ്വന്തം മകൾക്ക് കൊടുത്ത പ്രോഡക്റ്റിലൂടെ നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന പീരിയഡ് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ അസ്ഥിയുരുക്കം, അതേപോലെ തന്നെ പൈൽസ്, തലവേദന, ടെൻഷൻ, അതേപോലെ മൂഡ് സിങ്, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാർക്കും അവർക്കും ഉണ്ട്. അവരവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ വാഗോണ്ട് പറയില്ല, അവർ ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്യുക. അവർക്കും ഉണ്ട് തലവേദനയും ടെൻഷനും. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആരോഗ്യത്തോട് കൂടി. ഇത് വിചാരിച്ചത് മെഡിസിൻ അല്ല, എല്ലാ വലിയ രോഗക്കാർക്ക് ഇത് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട നമ്മൾ പറയാൻ ഒരിക്കലും അവകാശങ്ങളല്ല. പക്ഷെ ഇതിൽ വിശ്വസിച്ച് അർപ്പിച്ച് നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ മറ്റു അസുഖങ്ങളും മാറി ഹാപ്പിനെസ്സും കിട്ടി നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാൻ പോകുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും ഇത് ഏറ്റെടുത്ത് ചെയ്യാം. സമയം അതിക്രമിച്ചു തോന്നും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. എന്തായാലും സമയം കഴിഞ്ഞോ സാറേ?
ഹലോ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് എന്റെ ടീം. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. പക്ഷെ അത് അവരെല്ലാരും എന്നെ പേഴ്സണലി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. നമുക്ക് ഇതിൽ കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സാർ പറഞ്ഞു എനിക്ക് ബി കയറില്ല, അതല്ല, ഇത് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ആദ്യം ഇത് ആർക്കെങ്കിലും നന്മയായി തോന്നിയെങ്കിൽ, ഇത് ആർക്കെങ്കിലും ഉപകാരമായി തോന്നി എനിക്ക് അതിനുള്ള കൂലി പഠിത്തം തരുമല്ലോ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ അറിവും മറ്റൊരാളെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്കത് സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റുക. ഈ ഒരു അവസരം കേട്ട ഉടനെ എന്നോട് എന്റെ ഒരു ലീഡേഴ്സിനോട് ചോദിച്ചപ്പോ റാങ്ക് ഒന്നും എത്തിയിട്ടില്ല, പോകണം, വലിയ റാങ്കിലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കമ്പനിയുടെ ATC റാങ്ക് അച്ചീവ് ആക്കാൻ പറ്റിയത് എന്റെ അസോസിയേറ്റിന്റെയും ലീഡേഴ്സിന്റെയും, അത് ATC ഏരിയ ടീം കോർഡിനേറ്റർ ആണ് ഞാൻ. അപ്പൊ ആ റാങ്കിൽ നിന്ന് എന്നെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അതിനെ അഹങ്കരിക്കുകയല്ല, പക്ഷെ അത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളർത്താനുള്ള ഒരു അവസരമാണ്. ആ അവസരം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. അതിനാണ് ഞാൻ വന്നത്. അതേപോലെ തന്നെ ഇതിൽ ഒരു 378ഓളം അല്ലെ സാറ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവരെല്ലാരും എന്നെ ശ്രവിക്കുന്നുണ്ട്. ഒരു കൺസിഡറേഷൻ കിട്ടുന്ന ഒരു പരിഗണന അല്ലെ, നമ്മുടെ സ്ത്രീകൾ എടുത്തു പറയുന്നതുകൊണ്ട് പുരുഷന്മാർക്ക് വിദോഷം തോന്നരുത്. ഞാൻ സ്ത്രീ ആയതുകൊണ്ടാണ്. ഞങ്ങൾക്കൊക്കെ എത്ര ജോലി ചെയ്യാൻ റെഡിയാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, മുലയൂട്ടുന്നു, അവരെ സംരക്ഷിക്കുന്നു, അവർക്കൊരു പോറലോ വേദനയോ വന്ന് നമ്മളെ മനസ്സ് വേദനിക്കുന്നു, നമുക്കൊരു കൂലിയില്ലാത്ത ജോലിയാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു കൂലി എന്താണെന്നറിയാം, ഇതൊരു അഡ്വൈസ് കൂടിയാണ്, പരിഗണനയാണ്, കൺസിഡറേഷൻ. നീ എന്തായിരുന്നു, ക്ഷീണിച്ചോ, അല്ലെങ്കിൽ നീ ഇതൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ നീ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഞങ്ങൾക്ക് അത്രേ വേണ്ടുള്ളൂ. അപ്പൊ ആ ഒരു സന്തോഷത്തിലൂടെ നമ്മുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിനെ കൂടെ നിർത്തിക്കൊണ്ട് ഒരുമിച്ച് ഭാര്യയും ഭർത്താവ്, ഞാൻ എന്റെ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം 8 വർഷമായിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്നു, ഡ്രൈവറും ഒക്കെ ആയിരുന്നു. മാസം ഒരു 70,000 എബോ വരെ ഉണ്ടായിരുന്നു. പക്ഷെ നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളുടെ യൗവനാണ്. അവിടെയും ഇവിടെയുമായിട്ടുള്ള ജീവിതം, മാനസികപരമായിട്ട് ഞാൻ വളരെ ഡൗൺ ആയി, എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വളരെ ഹൈ ആയി. ആ സമയത്താണ് ഈ ഒരു മൈ ലൈഫ് കടന്നു വന്നതും എന്റെ മൈ ലൈഫ് വിജയിച്ചു കൊണ്ട് പോകുന്നുണ്ട്. പല പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്, പല നമ്മുടെ അസൂയാഹമായിട്ടുള്ള കളിയാക്കല് പരിഹാസങ്ങളും ഒക്കെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലൂടെയൊക്കെ നമ്മുടെ കൂടെ നമുക്കൊരു ആപത്ത് വന്ന ഏറ്റവും കൂടുതൽ ആദ്യം വരുന്നത് ഈ ടീമാണ് കേട്ടോ. നമ്മുടെ കുടുംബക്കാരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ സുഖവിവരങ്ങൾ ചോദിക്കുന്നതും മൈ ലൈഫാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ഹൈ ആയിട്ടുള്ള ഡയബ ലൈഫ് കഴിച്ചതുകൊണ്ട് മാത്രമല്ല, സന്തോഷം കൂടി പ്രോഗ്രാമുകൾ, ടൂർ, അതേപോലെ തന്നെ ഒരുപാട് ഒരു ഒരുമിച്ചുള്ള കാര്യങ്ങൾ ചെയ്തതിലൂടെയാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് സ്ത്രീകളോട് സ്പെഷ്യലായിട്ട് പറയാനുള്ളതാണ്, ഇതൊരു മടിയും കൂടാതെ അതിന് നമ്മൾ ഭർത്താവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുക, നമ്മുടെ ഫാമിലിനെ സപ്പോർട്ട് കിട്ടണം. അല്ലാതെ നമുക്കിത് പെണ്ണുങ്ങൾക്ക് ഒരിക്കലും ഇതിൽ ഇറങ്ങാൻ പറ്റില്ല. ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ കൂടെയുള്ള ആണുങ്ങൾ അറിയാതെ ഒന്ന് ബിസിനസ് ചെയ്യുന്നതിലേറെ നല്ലത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ GTS എത്തിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്ത് പിന്നീടാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങേണ്ടത്. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാൻ മടിയായിരിക്കും, നമ്മുടെ കുടുംബക്കാരോട് പറയാൻ മടിയായിരിക്കും, നമ്മൾ പറയാം. അതിലൂടെ നമുക്ക് ഏതൊക്കെ കുടുംബം വേണം, ഏതൊക്കെ ഫ്രണ്ട്സ് വേണം നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് കാരണം നമ്മുടെ ഫ്രണ്ട് മറ്റൊരാളുടെ അണ്ടറിലായിരിക്കും ചിലപ്പോൾ ഐഡിയ അടിക്കുക, അയ്യോ നമുക്കത് നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള തോന്നൽ വരുന്നത്. ആദ്യം ഒരു ലിസ്റ്റ് മേക്കിംഗ് അത് ഉണ്ടാക്കുക. ആദ്യം നമ്മുടെ ഫോണിലെ കോണ്ടാക്റ്റുകൾ എടുത്ത് എല്ലാവരും വിളിക്കാം, തെറികൾ കേൾക്കാം, ചീത്ത കേൾക്കാം, പരിഹാസം കേൾക്കാം, നീയും അതിൽ പെട്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അതിനൊക്കെ നമ്മൾ മറികടന്ന് നമ്മുടെ വിശ്വാസം ഉണ്ടാകും, നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടുക അല്ലെ. നമ്മളിപ്പോ ഒരാൾ നമ്മൾ വിൽക്കാൻ നിൽക്കുമ്പോൾ ഈ ഒരു സ്പൈറന എന്നുള്ള ഒരു സംഭവം ഇത് ഏറ്റവും നല്ലൊരു സംഭവമാണ് എന്ന് വെറുതെ പറയുന്നത്, ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ മാറും അല്ലെ. ഒരു വൂണ്ട് ഓയിൽമെന്റ്, അതിലൂടെയാണ് എന്റെ ഭർത്താവ് കടന്നു വന്നത്. അതൊരു മൂക്കിലൊരു മുറി ഉണ്ടായപ്പോ, കാരണം ഭർത്താവും എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിരുന്നു. പക്ഷെ ഇടയ്ക്ക് ചിലപ്പം ബാക്കൊക്കെ നിൽക്കും, പിന്നെയും വരും, പിന്നെ ബാക്കിൽ നിൽക്കും. പനിയായപ്പോ മൂക്കിലൊരു മുറി ഉണ്ടായപ്പോ ആ വൂണ്ട് ഓയിൽമെന്റ് തേച്ചിട്ടാണ് അത് മാറിയത്. അതിലൂടെ ഇപ്പൊ മൂപ്പര് വീണ്ടും നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് റിസൾട്ട് കണ്ട നമ്മൾ ആരിതിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കും. അത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ക്യാപ്സൂൾ ഊരി എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട, എന്റെ ഏറ്റവും നല്ല, ഏറ്റവും കൂടുതൽ എന്റെ ലൈഫ് സമയം പാഴാക്കിയ ഒരു കുടുംബ വ്യക്തിയിൽ നിന്ന് എനിക്ക് കേട്ട ഒരു അനുഭവം. കാരണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് നമ്മുടെ വിജയത്തിലും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് എന്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പൊ അത് ക്യാപ്സൂൾ ഒഴിച്ചിട്ട് ആ പൊടി ഇട്ടിട്ട് ഉലുവയാണ് ഇതൊക്കെ വിൽക്കാൻ ഇത്രയും പൈസ വേണം. പക്ഷെ ഉലുവ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുടലിനെ അത് ബാധിക്കും, അത് ക്യാൻസർ വരെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ്, കാരണം അതിന്റെ തൊലിയിൽ ഉണ്ടാക്കുന്ന ചെറിയൊരു ഹോർമോൺ ചേഞ്ച് കാരണം ആണ്. പക്ഷെ ഇത് തൊലി കളഞ്ഞ് നമുക്ക് ശരീരത്തിന് വേണ്ട രീതി ഈ ഉലുവയിലുള്ള, അതേപോലെ വെളുത്തുള്ളിലുള്ള അസ്ലി, ഞാൻ എന്റെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഇംഗ്ലീഷ് ഡോക്ടറോട് ഞാൻ ചോദിച്ചു, എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോസ് ഒക്കെ അതിൽ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഡോക്ടറോട് ചോദിച്ചപ്പോ, ആമവാദത്തിന് ചോദിച്ചപ്പോ, ഇത് ഈ സ്റ്റീറോയിഡ് എത്ര കാലം ഞാൻ കഴിക്കും,
ഇത് കഴിക്കുന്നത് ബുദ്ധിമുട്ടാണ്, വേദന നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റീറോയിഡ് തരുന്നത്. നമ്മുടെ ഡോക്ടർ അറിഞ്ഞുകൊണ്ട് ഇനി ഇത് മരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊക്കെ ആ ടാബ്ലറ്റ് കഴിച്ചിരുന്നത്, സ്റ്റീറോയിഡുകൾ. അപ്പോൾ നമുക്ക് ഈ ക്യാപ്സൂൾ തരുന്നത് വായിൽ തട്ടാതിരിക്കാണ്, അത് വയറ്റിൽ നിന്ന് പൊട്ടാൻ വേണ്ടിയിട്ട്. അതായത് അത് പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ അത് ഊരിയിട്ട് വായിൽ തട്ടിയ വായ മുറിയും. നമ്മൾ ഈ പ്രോഡക്റ്റ് തന്നെ വയറ്റിൽ ചെന്ന് പൊട്ടിക്കാനുള്ള പ്രോഡക്റ്റുകളുണ്ട്, അത് വയറ്റിലേക്ക് തന്നെ പൊട്ടിക്കണം. അതിനാണ് ആ ക്യാപ്സൂൾ രൂപത്തിൽ തരുന്നത്. ഗുളിക രൂപത്തിലുണ്ട് നാറ്റ്സിയം, കാൽസ്യം നമ്മൾക്ക് എല്ലാവരും നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ് കാൽസ്യം. അതേപോലെ സ്പൈറനാഗോൾഡ്. ആമവാദമുള്ളവർക്ക് അത് കൊടുക്കരുത്, കാരണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ ആമവാദമുള്ളവർക്ക് ഒരുപാട് പ്രതിരോധ ശേഷി കൂടുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നല്ല പ്രൊഡക്റ്റുകൾ ഒഴിവാക്കിയിട്ട് പ്രോബയോട്ടിക് കൊടുക്കാം. അതേപോലെ നോവേദന ടാബ്ലറ്റ് കഴിക്കാം. അപ്പൊ കൂടുതൽ ടാബ്ലറ്റ് കഴിക്കാതെ ഒരു ടാബ്ലറ്റ് കണ്ടിന്യൂ ആയി കൺസിസ്റ്റൻസി ആയിട്ട് കൊടുത്താൽ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഭേദമാക്കാൻ പറ്റും. ഏതായാലും എന്നെ ശ്രമിച്ച, അതേപോലെ തന്നെ ഈ ഒരു ക്യാപ്സൂളിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ ഉലുവയിലും നമ്മളെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെളുത്തുള്ളിയിൽ നിന്ന് അത്രയും ഉണ്ടാക്കാനൊക്കെ പറ്റുമോ? അതൊന്നും ഒരിക്കലും സാധ്യമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതാ, ഇത് നമ്മള് വെളുത്തുള്ളിയിൽ നിന്നുള്ള അലിസിൻ എന്ന് പറഞ്ഞ ഈ സംഭവം ഉണ്ടാക്കി അതിനെ ഇപ്പൊ നമ്മളെ 95 എന്നുള്ള ജ്യൂസ് കേവലം ഒരു മിഠായി വെള്ളം പോലെ തോന്നും, പക്ഷെ അതിലെല്ലാത്തിന്റെയും പഴച്ചാറുകളാണ്. അതെന്റെ അനിയത്തിക്ക് ബൈപ്പോലാർ ഡിസോർഡർ ഉണ്ടായിരുന്നു, അവള് പ്രഗ്നന്റ് ആയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോ പ്രഗ്നന്റ് ആയി പ്രസവിച്ച് ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. 9 വർഷത്തോളം PCOD ഗർഭപാത്രം വരെ ഒഴിവാക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. വഹാബ് ഡോക്ടറാണ് പറഞ്ഞത്. പക്ഷെ ആ ഗർഭപാത്രം ഒഴിവാക്കാതെ അവൾ പിടിച്ചു നിന്നു. എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് ഈ 95 3 മാസം, അതേപോലെ തന്നെ വുമൺ കമ്പാനിയൻ, അതേപോലെ തന്നെ സൈക്ലോവ, അതേപോലെ തന്നെ ഹസ്ബൻഡിന് മാൻ ശക്തിമാൻ. അത് അവനെ കുടിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു, ഒരു ഈഗോ പ്രശ്നം കൊണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ എന്താ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. പക്ഷെ ഇത് ശക്തിക്കുറവിനുള്ള രോഗത്തിന് കൊടുക്കുന്നതല്ല. ഈ മാൻ ശക്തിമാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഈഗോ കാരണം ആരും അത് കുടിക്കില്ല. പക്ഷെ അതല്ല, അത് അവരുടെ ശരീരത്തിൽ സംഭവിച്ചാൽ അവർക്ക് വേണ്ട കൗണ്ടിന് ഇൻക്രീസ് ചെയ്യാനും നല്ല ഗുഡ്, അതായത് നല്ല കണ്ണ്, മൂക്ക്, ചുണ്ട് ഒക്കെ ഉണ്ടാകുന്ന കുട്ടികളെ, അത് ആരോഗ്യപരമായിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുന്ന, അതിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നിനുള്ളതല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ സൈക്ലോവ, വുമൺ കമ്പാനിയൻ പ്രസവിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാം. നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞിട്ടല്ല, നമ്മുടെ ബീജം അല്ലെങ്കിൽ നമ്മുടെ അണ്ടം ഉൽപാദനം അതൊക്കെ ഹെൽത്തി ആയിട്ട്, ഇപ്പോ ചില സെലിബ്രിറ്റീസ് ഒക്കെ അതൊക്കെ അവരെ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് അവരെ ആരോഗ്യമൊക്കെ ഹെൽത്ത് ഓക്കെ ആയതിനു ശേഷമേ പ്രഗ്നന്റ് ആവും. നമ്മളെ ഇടയിൽ പ്രഗ്നന്റ് ആവും, നമ്മുടെ കുട്ടികൾക്ക് പല അസുഖങ്ങളും വരാം. അപ്പൊ അതിന് ഹെൽത്ത് ഓക്കെ ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ ഇതിലെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. വുമൺ കമ്പാനിയൻ, സൈക്ലോവ, അതേപോലെ തന്നെ 95. മറ്റു അസുഖങ്ങൾ ഉണ്ടോ നോക്കണം. ക്രിയാറ്റിൻ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് കൂടുതൽ വെള്ളം കുടിക്കേണ്ട പ്രോഡക്റ്റ് ഇതിലുണ്ട്. ബ്ലഡ് പ്യൂരിഫയർ, അതേപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അത് ചോദിച്ചിട്ട് വേണം നമ്മൾ അവർക്ക് കൊടുക്കാൻ. ഏതായാലും കുറെ പ്രൊഡക്റ്റിനെ കുറിച്ചും കുറെ കാര്യങ്ങളും നമുക്ക് അനുഭവസ്ഥതിലൂടെ നമ്മുടെ അസുഖങ്ങളിലൂടെ, ഇപ്പോ എന്റെ കുടുംബത്തിൽപ്പെട്ട സോറിയാസിസ്, അതേപോലെ തന്നെ വെരിക്കോസ് വെയിന്, പിന്നെ ഓപ്പറേഷൻ പറഞ്ഞ മുട്ടുവേദന, ഇതൊക്കെ എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അവരെന്നെ ഡോക്ടർ ആദ്യമാണ് പറയുന്നത്. ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചതും ഇതിലൂടെ ഡോക്ടർ ആവാൻ സാധിച്ചതിനും ടീച്ചർ ആവാൻ സാധിച്ചതും ബെസ്റ്റ് സ്പീച്ചർ ആവാനൊക്കെ ആഗ്രഹിച്ചതൊക്കെ എല്ലാതും ഇതിലൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അള്ള കണ്ടറിഞ്ഞു തന്ന ഒരു മേഖലയാണ്. സോ താങ്ക്സ് ഗോഡ് ആൻഡ് താങ്ക് യു ഓൾ ഓഫ് യു. എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ക്ഷണിച്ച ബാബുതങ്ങൾ സാർ, അതേപോലെ തന്നെ ഉമർ ഉസ്താദ്, ഇതിന്റെ വലിയ വലിയ ലീഡേഴ്സ് എല്ലാവർക്കും, അതേപോലെ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും, എനിക്കൊരു വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും എനിക്ക് തോന്നുന്നു ആരും ലെഫ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ആഡാ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ലെഫ്റ്റ് ആവാതെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കാണ്. അതേപോലെ തന്നെ നിങ്ങളൊക്കെ ഇത് വിശ്വസ്തയോട് കൂടി, വളരെ സന്തോഷത്തോടു കൂടി, പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഫേസ് ചെയ്യാം, അതൊക്കെ മാറ്റിമറിച്ച് കൺസിസ്റ്റൻസിയോട് കൂടി. ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് ഇരുന്നു, അതിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു നഷ്ടം സംഭവിച്ചിരുന്നു. പക്ഷെ അത് ആമ പോലെ മെല്ലെ മെല്ലെ, സ്പീഡിലൊന്നും ചെയ്യേണ്ട, മെല്ലെ ചെയ്താൽ മതി. പക്ഷെ സ്പീഡിൽ ചെയ്യണം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ മറ്റുള്ളവർ ഐഡിയ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് കാണും, ലിസ്റ്റ് മേക്ക് ചെയ്ത്. സോ എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും റാങ്കുകൾ അച്ചീവ് ചെയ്യട്ടെ, എല്ലാവർക്കും വരുമാനം വർദ്ധിക്കട്ടെ, ആരോഗ്യം വർദ്ധിക്കട്ടെ. ഈ ഒരു സമൂഹം ഈ MDMA-യുടെയും ഈ ഒരു മയക്കുമരുന്നും ലഹരികൾക്കൊക്കെ അടിമയാവുന്ന കുട്ടികളെ 18 വയസ്സുള്ള യുവാക്കൾ, യുവതികളെ ഇതിലൂടെ ഉൾപ്പെടുത്തി നല്ലൊരു ടീം വർക്കായിട്ട്, ഞാൻ കളക്ടർ വരെ കണ്ട് നമുക്ക് ഇതിനൊരു ലൈസൻസ് വരെ തരണമെന്ന് വരെ പറയാൻ പോവുകയാണ്. കാരണം നമ്മൾ ആട്ടി ഓടിക്കുന്നത് ഇപ്പൊ നമുക്ക് ഏകദേശം കിട്ടിയിട്ടോ. ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് ഇപ്പൊ ഇതിൽ ഫസ്റ്റ് കണ്ടിരുന്നല്ലോ, നമ്മള് സർക്കാർ വരെ ഇതിന് ഏറ്റവും അനുകൂലമാണ്. ISO കിട്ടിയ ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്തോളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ച് അറിഞ്ഞ് റെക്കമെൻഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അൽഹംദുലില്ലാ. സീ യു. ബൈ. ഓക്കെ.